Good morning, students. Today our topic managerial economics, decision making process and forward planning. Decision making process and forward planning. Previous ക്ലാസ്സുകളിലെ managerial economicsനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. Managerial economics is a new branch of study എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. Managerial economics consists of two terms, that is managerial and economics. That means economic principles or economic techniques, economic concepts are applied in business areas or managerial areas for decision making process is called as managerial economics. പിന്നീട് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞു. എക്കണോമിക്സ് എന്താണെന്ന് പറഞ്ഞു. മാക്രോ എക്കണോമിക്സ് ആൻഡ് മൈക്രോ എക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വിശദമായിട്ട് എക്കണോമിക് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നത്. ടുഡേ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. Decision making process and forward planning are the two important functions of business executives. Both constitute the heart of managerial economics. അതായത് അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ നമ്മൾ സ്കോപ്പൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഒരു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് കൊണ്ട് ദെൻ ഇത് ഏറ്റവും കൂടുതൽ മാനേജ്മെൻറ്റിന് ഡിസിഷൻസ് എടുക്കാനായിട്ട് യൂസ്ഫുൾ ആണ് എന്നുള്ളതാണ് നമുക്കതിന് മനസ്സിലായത്. ദാറ്റ് മീൻസ് ബോത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഹെർട്ട് ഓഫ് മാനേജീരിയൽ എക്കണോമിക്സ്. അതായത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സും ഫോർവേഡ് പ്ലാനിങ്ങുമാണ് മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഹേർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അത്രമാത്രം പ്രാധാന്യം ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനും ഫോർവേഡ് പ്ലാനിങ്ങിനും ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു, പല പല കൺഫ്യൂഷൻസ് ആണ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. എന്താണ് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്താണ്, അതായത് ഇപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം എങ്ങനെ നിലനിന്ന് പോകും, അതുമല്ലെങ്കിൽ അതിൻ്റെ എക്സിസ്റ്റൻസ്, സർവൈവൽ, ഇതെല്ലാം നമ്മൾ ആലോചിച്ചിരിക്കണം അല്ലേ. അപ്പോൾ ശരിക്കും പറയുക വെച്ചാൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റോൾ എന്ന് പറയുന്നതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ +2 ക്ലാസ്സുകളിലാണെങ്കിലും +2 കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിൽ ടേണിംഗ് പോയിൻ്റാണ്. ദെൻ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യും, 10th കഴിയുമ്പോൾ തന്നെ +2 ഏത് സബ്ജക്റ്റ് ഓപ്റ്റ് ചെയ്യും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. നമ്മുടെ മുന്നിലാണെങ്കിൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സാണ്, ഒരുപാട് ചോയ്സസാണ്. സയൻസ് പഠിക്കണോ, കൊമേഴ്സ് പഠിക്കണോ, ഹ്യൂമാനിറ്റീസ് പഠിക്കണോ, IT പഠിക്കണോ, ഇതിനിവിടെയൊക്കെ ഒരുപാട് ചോയ്സസാണ്. അതിൽ നിന്ന് നമ്മുടെ സ്യൂട്ടബിലിറ്റി നോക്കി, നമുക്ക് ചേരുന്നത് നോക്കി ഏറ്റവും നല്ലതുള്ള ഒന്നിനെ സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. ദാറ്റ് പ്രോസസ്സ് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. ആ ഒരു ടെക്നിക്കൽ പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയാം. ഇവിടെ 2 കോൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ ഫോർവേഡ് പ്ലാനിങ്. Forward planning estimate the future events is called as forward planning. Decision making means select the best alternative from various alternatives is called as decision making process. കണ്ടോ, select the best alternative from various alternatives is called as decision making process. Forward planning or forward vision എന്നൊക്കെ പറയുന്നത് നമ്മളോട് ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഭാവിയിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെക്കുറിച്ച് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള ഒരു ദീർഘവീക്ഷണം ഉണ്ടായിരിക്കുക. ആൻറ്റിസിപ്പേറ്റിംഗ് ദ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ഫോർവേഡ് ലുക്കിംഗ്. അതിനെയാണ് നമ്മൾ ഫോർവേഡ് വിഷൻ എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ശരിക്കും നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളുമാണ് ഓരോ സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ സർവൈവൽ ആൻഡ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം ഡെവലപ്പ് ചെയ്ത് പോകണമെന്ന് പറയുമ്പോൾ ഓരോ സ്റ്റെപ്പിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങളാണ് അതിന് നല്ല രീതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് മനസ്സിലായി. ദെൻ ഇതിൽ ഒന്നുകൂടെ സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. Then decision making is the heart and core of executive activity in business. It is an essential part of management. Then a manager life filled with a constant series of decisions such as where to invest profit, what to do employee who is always late, what should be the firm's warehouse be built, what subject will have to top priority or departmental meeting, and so on. Whatever manager does ത്രൂ ഡിസിഷൻ മേക്കിംഗ്, എന്തൊക്കെ മാനേജർ ചെയ്യുന്നുണ്ടോ, അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ഈ പ്രോഫിറ്റ് നമുക്ക് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായി, ഈ പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, ഈ പ്രോഫിറ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിൻ്റെ റിട്ടേൺ എങ്ങനെയായിരിക്കണം, ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാണ്, നമ്മളതിൻ്റെ സപ്ലൈ, അതായത് നമ്മുടെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ അടുത്തെടുക്കുന്ന എംപ്ലോയീസ് ഡിസിഷൻ, അവരുടെ സാലറി, വേജസ്, ഇൻക്രിമെൻറ്റ്,
ദെൻ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മാനേജ്മെൻറ്റ് എല്ലായ്പ്പോഴും തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കണം. ദെർഫോർ പീറ്റർ എഫ് ഡ്രക്കർ സെഡ് ദാറ്റ് വാട്ട് എവർ എ മാനേജർ ഡേസ് ഹി ഡസ് ത്രൂ ഡിസിഷൻ മേക്കിംഗ്. വാട്ട് എവർ എ മാനേജർ ഡേസ്, എന്തൊക്കെയാണോ മാനേജർ ചെയ്യുന്നത്, ഹി ഡസ് ത്രൂ ഡിസിഷൻ മേക്കിംഗ്, അതെല്ലാം ഏതിലൂടെയാണ് ചെയ്യുന്നുണ്ടായിരിക്കുക? ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൂടെ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഡിസിഷൻ മേക്കിംഗ് ഈസ് നോട്ട് എ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്, റാദർ ഇറ്റ് ഈസ് പ്രസൻ്റ്ലി ഇൻ എവറി മാനേജീരിയൽ ഫംഗ്ഷൻ ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എക്സെട്ര. അതായത് നമ്മൾ മാനേജീരിയൽ ഫംഗ്ഷൻസ് പഠിക്കുമ്പോൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് എല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി മീനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. That means the word decision is derived from the Latin word decido. Then decision is the word, decision എന്ന് പറയുന്ന ഒരു വേർഡ് ഈസ് അറൈവ്ഡ് ഫ്രം ലാറ്റിൻ വേർഡ്. ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഇത് അറൈവ് ചെയ്തിട്ടുള്ളത്. ഒറിജിൻ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ഡിസൈഡോ. ഡിസൈഡോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിസിഷൻ എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ടു കട്ട് ഓഫ്. To cut off. To decide means to comes to decide means come to conclusion. Decide means come to conclusion. ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങളൊരു തീരുമാനം എടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കം ടു കൺക്ലൂഷൻ എന്ന് പറയുന്നതാണ്. നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ, വാട്ട് മസ്റ്റ് ഓർ മസ്റ്റ് നോട്ട് ബി ഡൺ, എന്താണ് ചെയ്യേണ്ടതെന്നും എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നും തീരുമാനിക്കുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മാനേജീരിയൽ ഫംഗ്ഷനാണ് ഇത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിഷൻ എന്ന് പറയുന്ന വേർഡ് ഡിസിഷൻ ദ വേർഡ് ഇറ്റ് ഈസ് ദ ലാറ്റിൻ ദ ഒറിജിൻ ഓഫ് ഡിസിഷൻ ഫ്രം ദ വേർഡ് ഡിസൈഡോ, ദ ലാറ്റിൻ വേർഡ് ഡിസൈഡോ, ദാറ്റ് മീൻസ് ടു കട്ട് ഓഫ്. ഇവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത്. ടു കട്ട് ഓഫ് എന്നുള്ളതാണ് ഡിസൈഡോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. ഡിസൈഡ് മീൻസ് കം ടു കൺക്ലൂഷൻ. ഡിസൈഡ് മീൻസ് കം ടു കൺക്ലൂഷൻ, നമ്മൾ കൺക്ലൂഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദെൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് വൺ ഓർ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ടു ഓർ മോർ ഓൾട്ടർനേറ്റീവ്സ് ടു അച്ചീവ് ദ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. Then what is meant by decision making? Decision making means select the best alternative from various alternatives. നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി പെട്ടെന്ന് എഴുതുമ്പോൾ. What is meant by decision making process? Decision making means select the best alternatives. ഒരുപാട് ചോയ്സസിൽ നിന്ന്, ഒരുപാട് അവസരങ്ങളിൽ നിന്ന് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഏതാണ്, ബെസ്റ്റ് ചോയ്സ് ഏതാണ്. നിങ്ങളൊരു മൊബൈൽ വാങ്ങിക്കുമ്പോൾ ആ മൊബൈൽ ഒരുപാട് ഫീച്ചേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ദെൻ അവിടെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കും. ഒരുപാട് കമ്പനി, സാംസങ് ഉണ്ടായിരിക്കാം, ലെനോവോ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഓപ്പോ ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ ഡിഫറെൻറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടായിരിക്കും. ഇതിൽ ഏത് പ്രോഡക്റ്റ് വേണം എന്ന് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഓരോന്നിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്ത് ഓരോ ഓൾട്ടർനേറ്റീവ്സിനെയും കണ്ടെത്തി അതിൻ്റെ പ്ലസ്സും മൈനസും എല്ലാം നിങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്നായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ സെലക്ഷൻ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് മീൻസ് സീരീസ് ഓഫ് ആക്ഷൻ. ദെൻ പ്രോസസ് ആക്ടിവിറ്റി എന്നുള്ളത് വൺ ബൈ വൺ. ദെൻ ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. നമ്മളപ്പോൾ ഡിസിഷൻ മേക്കിംഗ് എന്താണെന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിങ്ങിലെ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്, ദറ്റ് ഈസ് കോൾഡ് ആസ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അതിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അതിൽ സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്ന ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആണെങ്കിൽ നമ്മൾ അതുവരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കുന്നത് വരെയുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സുകൾ വരിക എന്ന് പറയുമ്പോൾ, ദെൻ ഫസ്റ്റ് വൺ ഈസ് റിക്കഗ്നൈസ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. റിക്കഗ്നൈസ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ആദ്യമായി നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അതായത് നീഡ് അറിഞ്ഞിരിക്കണം. എന്താണ് ഡിസിഷൻ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. മാനേജേഴ്സ് കണ്ടിന്യൂലി സ്കാൻ ദ ഓർഗനൈസേഷൻസ് എൻവയൺമെൻറ്റ് ഫോർ ചേഞ്ചസ് ദാറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ടു സോൾവ് ഓർ ഓപ്പർച്യൂണിറ്റി ടു പെർസ്യൂ. അതായത് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്താനായിട്ട് നമ്മളത് പ്രേരിപ്പിക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ നമ്മൾ പറയുന്നു നമുക്ക് റിക്കഗ്നൈസ് നീഡ്, നമുക്കൊരു ട്രാവലിംഗ് പ്രോബ്ലം,
കോളേജിലേക്ക് കറക്റ്റ് സമയത്ത് എത്താൻ പറ്റുന്നില്ല, ബസ്സിലൊക്കെ വരുമ്പോൾ ഒരുപാട് ലേറ്റ് ആവണു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ കണ്ടെത്തണം, സ്വന്തമായിട്ട് വാഹനം വാങ്ങിക്കണം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അവിടെ ഒരു ബെസ്റ്റ് ഡിസിഷൻ എടുക്കുകയാണ് നമ്മൾ, അല്ലേ? അതായത് ഒരു പ്രോബ്ലം നമ്മൾ റേസ് ചെയ്യുന്നുണ്ട്, ആ പ്രോബ്ലം നമ്മൾ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിൽ നിന്നാണ്, അതിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് നീഡ് ഈസ് എറൈസ്. ഇനി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണ്, ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് എന്താണ്, എംപ്ലോയീസ് പ്രോബ്ലംസ് എന്താണ്, എവിടെ നിന്നാണ് നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഇനി എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടണം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് വൺ ഈസ് റിക്കഗ്നൈസ് ദ നീഡ്. ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് പ്രോസസ്സിൽ വരുന്നത്, റെക്കഗ്നൈസ് ദ നീഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് റിക്കഗ്നൈസ് ദ നീഡ്, ആവശ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ സെക്കൻഡ് വൺ ഈസ് അനലൈസ് ദ ഡിഫൈൻ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. അനലൈസ് ദ പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലം അനലൈസ്, കണ്ടോ, അനലൈസ് ദ പ്രോബ്ലം, അനലൈസ് ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. അതായത് രണ്ട് തരത്തിലാണ് പറയണത്. ഒന്ന് അനലൈസ് ദ പ്രോബ്ലം, നമ്മൾ ശരിക്കും ആ പ്രോബ്ലം ഫീൽ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ, അത് ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കൊന്നും കൂടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണം, ദാറ്റ് ക്രിയേറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി. ഇതൊക്കെ നമ്മളിതിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അൺലെസ് ദർ ഇസ് എ പ്രോബ്ലം ദാറ്റ് നീഡ് സൊല്യൂഷൻ. നമുക്കൊരു പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ്റെയും ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെയും ആവശ്യമില്ല. ദർ വിൽ ബി നോ ഡിസിഷൻ മേക്കിംഗ്. ദർ ഈസ് നോ പ്രോബ്ലം, ദർ ഈസ് നോ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദെർഫോർ ദ പ്രോബ്ലം മസ്റ്റ് ബി ഐഡൻറ്റിഫൈഡ് കറക്റ്റ്ലി. വളരെ വ്യക്തമായിട്ട് നമ്മുടെ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. എ ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ ഓഫ് ദിസ് പ്രോബ്ലം ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സൊല്യൂഷൻ. ദ പ്രോബ്ലം is the difference between actual state of affairs and desired state of affairs. In other words, it is the gap between one is and where one wants to be. That means a problem and any deviation from set of expectation. അതായത് ഈ പ്രോബ്ലത്തെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം എന്നാണ് പറയണത്. അപ്പോൾ ആദ്യം റിക്കഗ്നൈസ് ദ നീഡ്. ഫസ്റ്റ് പ്രോസസ്സ് എന്താ ഡിസിഷൻ മേക്കിൻ്റെ? റിക്കഗ്നൈസ് ദ നീഡ് നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. സെക്കൻഡ് പ്രോസസ്സിലെ നീഡ് കഴിഞ്ഞാൽ അനലൈസ് ദ പ്രോബ്ലം അനലൈസ് ചെയ്തിരിക്കണം. അനലൈസ് ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി, നമുക്കതിൻ്റെ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനി തേർഡ് വൺ ഈസ് ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്. Third process, determine the objectives. Third point, determine the objectives. Objectives നമുക്ക് ഡിറ്റർമിൻ ചെയ്യാന്ന് പറയുന്നത് എന്താണ്? Then അവിടെ determine the objectives or goal of the organization is the third step in any decision making process. The main objective will be profit maximization. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അവരുടെ ആവശ്യം മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്നുള്ളതാണ്. സംടൈം ഓർഗനൈസേഷൻ ഹാവ് മൾട്ടിപ്പിൾ ഗോൾസ് ലൈക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ദ ക്രൂഷ്യൽ ഫാക്ടർ ഇൻ ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ് ഈസ് എ time horizon set to achieve the goal. First one is then third one is determine the objectives. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? റിക്കഗ്നൈസ് ദ നീഡ്, നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തു. സെക്കൻഡ് വൺ ഈസ് അനലൈസ് ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. ആ അവസരങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രശ്നത്തെക്കുറിച്ചോ വിശദമായിട്ട് പഠിക്കുകയും അതിനെന്തായാലും നമുക്ക് പറഞ്ഞു ദർ ഇസ് എ പ്രോബ്ലം ദർ വിൽ ബി എ സൊല്യൂഷൻ. എവിടെയാണ് ഒരു പ്രശ്നം ഉള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ആ പ്രശ്നം എന്നും പ്രശ്നമായിട്ട് നിൽക്കില്ല, അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു നല്ല ഡിസിഷൻ നമ്മളവിടെ എടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ അനലൈസ് ദ പ്രോബ്ലം, ഒന്നുകിൽ പ്രോബ്ലം അനലൈസ് ചെയ്യുകയോ അതുമല്ലെങ്കിൽ അനലൈസ് ദ ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ബിസിനസ് സ്ഥാപനം ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യണോ എന്നൊക്കെ പറയുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി അവസരത്തെ കണ്ടെത്തുകയോ ചെയ്യണം. ദെൻ തേർഡ് വൺ ഈസ് ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്. വ്യക്തമായിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളതാണ്. ആ പ്രോഫിറ്റ് മാക്സിമൈസേഷനെ നമ്മളിങ്ങനെ പറയുക പ്രോഫിറ്റ് മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും മാർക്കറ്റിംഗ് ന്യൂ മന്ത്ര ഓഫ് മാർക്കറ്റിംഗ് ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അവിടെ ന്യൂ മന്ത്ര ഓഫ് മാർക്കറ്റിങ്ങിന് നമ്മൾ പറയുന്നത് ഇപ്പോൾ പറയപ്പെടുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഓർ കസ്റ്റമർ എസ്റ്റോണിഷ്മെൻറ്റ്.
കസ്റ്റമറെ സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാം. അല്ലാതെ പ്രൈമറി ഒബ്ജക്റ്റീവ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് സെക്കൻഡറി ആയിട്ടാണ് ഇപ്പോൾ മോഡേൺ ബിസിനസ്സിലൊക്കെ നമ്മൾ ആ ടൈം കാണുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ഇതൊക്കെ ഏതിൻ്റെ ഒബ്ജക്റ്റീവാണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്. then next one is list out constraints. List out constraints. Constraints എന്ന് പറയുമ്പോൾ പ്രോബ്ലംസ്. ലിസ്റ്റ് ഔട്ട് ദ കൺസ്ട്രെയിൻസ്, അതായത് പ്രോബ്ലംസ് മനസ്സിലാക്കിയിരിക്കണം, ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ദ ബിസിനസ് ഓപ്പറേഷൻ ഓഫ് ദി എൻവയൺമെൻറ്റ്. ഇൻ ദ എൻവയൺമെൻറ്റ് ദർ വിൽ ബി കൺസ്ട്രെയിൻ. അതായത് ചുറ്റുപാടുകൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ചുറ്റുപാടുകളിൽ മുഴുവൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും. കൺസ്ട്രെയിൻസ് മേ ബി ഫ്രം വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. The decision maker must be aware of the various constraints beforehand. He must develop well throughout the plans to encounter such constraints. അതായത് എപ്പോഴും പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു ആർജവം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു തീരുമാനം എന്ന് പറയുമ്പോൾ മുഴുവനായിട്ടും പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമ്മളിങ്ങനൊരു തീരുമാനം എടുത്താൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് എന്താണ്? ലിസ്റ്റ് ഔട്ട് ദ കൺസ്ട്രെയിൻസ്. അവിടെ നമ്മൾ ആ പ്രശ്നങ്ങളെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിരിക്കണം. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടണോ? കണ്ടോ, ഡിസിഷൻ എടുക്കേണ്ടി വരികയാണ്. ഒരുപാട് പ്രോബ്ലംസ് വരും. സെല്ലിംഗ് പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയാനായിട്ട് കാരണമാവും. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ദെൻ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും, വൺ ഓഫ് ദി കൺസ്ട്രെയിൻ. അപ്പോൾ വീണ്ടും കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ടെക്നിക്സിലേക്ക് വരേണ്ടി വരും. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുമ്പോൾ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടാസ്ക്കാണ്. കോസ്റ്റ് ഇങ്ങനെ റിഡ്യൂസ് ചെയ്യുക, വേരിയബിൾ കോസ്റ്റോ അതല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കുറയേണ്ടതായിട്ട് വരും. അപ്പോൾ തന്നെ അവിടെ എംപ്ലോയീസിൻ്റെ വർക്ക് കൂട്ടേണ്ടതായിട്ട് വരികയോ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഇതിൽ ലിസ്റ്റ് ഔട്ട് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നതിൽ വരിക. Recognize the need, analyze the problem of opportunity, determine the objectives and develop alternatives. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അതിനു മുൻപേ ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്. ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമ്മളതിന് ഇനി എന്താ ചെയ്യേണ്ടത്, ഏത് ഓൾട്ടർനേറ്റീവാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. Then there are always more than one way of doing things right. In other words, a problem can be solved in several ways. ഒരു പ്രശ്നത്തെ പരിഹരിക്കാനായിട്ട് ഒരു മാർഗ്ഗമല്ല, ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. Therefore, the next step is to develop alternative course of action or solution or problems. Ideally speaking, the decision maker should explore all possible alternatives and choose the best one. അതായത് ഒരു ഡിസിഷൻ മേക്കറെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഓൾട്ടർനേറ്റീവ്സിനും കണ്ടെത്താനായിട്ട് അയാൾക്ക് സാധിച്ചിരിക്കണം എന്നാണ് പറയാം. One alternative is to indigenously develop with on research and development. Another alternative is to get into joint venture with an internationally famed company. Another one is to get in a technical collaboration. അതായത് നമ്മളിങ്ങനെ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുക എന്ന് പറയുമ്പോൾ ഏതൊക്കെ, ഒന്നുകിൽ റിസർച്ച് നടത്തിയിട്ട് റിസർച്ച് എക്സ്പെരിമെൻറ്റിൻ്റെ ഫലത്തിൽ നമുക്ക് ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുമല്ലെങ്കിൽ ടെക്നിക്കൽ സെഷനിൽ നമുക്ക് പിന്നെ വേറെ ഏതെങ്കിലും കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് സോഴ്സസ് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്താനായിട്ട് സാധിക്കും. കണ്ടോ, നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ഇത്രമാത്രം നമുക്ക് കൺഫ്യൂഷൻ ആവണേ. നമ്മളിപ്പോൾ ഒരു ചെറിയ ഡിസിഷൻസൊക്കെ നമ്മൾ എടുക്കാറില്ലേ? നമുക്കൊരു ഫംഗ്ഷൻ വന്നു, ഏറ്റവും നല്ല ഡ്രസ്സ് എടുക്കണം, അല്ലെങ്കിൽ ഓർണമെൻറ്റ്സ് എടുക്കണം, അങ്ങനെ അല്ലെങ്കിൽ നല്ല മൊബൈൽ ഫോൺ വാങ്ങിക്കണം, നല്ല ബൈക്ക് വാങ്ങിക്കണം, നല്ല കാറ് വാങ്ങിക്കണം. ഇതൊക്കെ നമ്മുടെ ഡിസിഷൻസിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിനൊന്നും നമ്മൾ അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ അവിടെയാണെങ്കിൽ നമ്മൾ ഇത് എവിടുന്ന വാങ്ങിക്കണ്ടേ? ദെൻ ടു ഫൈൻഡ് ഔട്ട് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. അപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാവും എവിടുന്ന് വാങ്ങിക്കുക. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ്, ആ ഷോപ്പ് വേണോ, ഈ ഷോപ്പ് വേണോ, ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ആ ഷോപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ഈ മൊബൈൽ എവിടെ നിന്ന് വാങ്ങിക്കണം? കണ്ടോ, ഓൾട്ടർനേറ്റീവ്സ് ആണ്. ഏത് മൊബൈൽ വാങ്ങിക്കണം, അതൊരു ഓൾട്ടർനേറ്റീവാണ്.
അപ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഏത് കോഴ്സ് പഠിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മളിപ്പോഴും ആ ട്രഡീഷണൽ കോഴ്സുകളെ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതാണ്. ദെൻ അത് കൂടാതെയുള്ള കോഴ്സുകളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതായത് ഏതൊക്കെ കോഴ്സുകളുണ്ട്, നിലവിലുണ്ട് എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടെ പറയുന്ന അതറിയണം എന്ന് പറയുന്നതാണ് എന്ത്, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, റിക്കഗ്നൈസ് ദ നീഡ്, അനലൈസ് ദ പ്രോബ്ലം, ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്, ലിസ്റ്റ് ഔട്ട് ദ കൺസ്ട്രെയിൻസ്, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് കണ്ടെത്തി കഴിഞ്ഞാൽ ദെൻ ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. 6th പോയിന്റ് ഇവാലുവേറ്റ് the alternatives. ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സിനെ ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെ വിശകലനം ചെയ്യുക, വിലയിരുത്തുക എന്നൊക്കെ പറയുന്ന പ്രോസസ്സാണ് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഈച്ച് ഓഫ് ദീസ് ഓൾട്ടർനേറ്റീവ്സ് ഹാവ് ദെയർ ഓൺ ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻ. ഓരോ ഓൾട്ടർനേറ്റീവ്സ് എടുത്ത് നോക്കുമ്പോഴും ഓരോ ഓൾട്ടർനേറ്റീവ്സിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ടായിരിക്കാം. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ് അഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ. ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഈച്ച് ഓൾട്ടർനേറ്റീവ് ഷുഡ് ബി അനലൈസ്ഡ് ബൈ ഗ്യാതറിങ് നെസസറി ഇൻഫർമേഷൻ. ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ വിലയിരുത്തിയിരിക്കണം. ഇഫ് ദ എബവ് ഫേം ഡിസൈഡ്സ് ടു ഡെവലപ്പ് ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി കോസ്റ്റ് ഇഫക്റ്റീവ്, ബട്ട് ടൈം ഹൊറിസോൺ മൈറ്റ് ബി lengthened. This is crucial in modern competitive world. On the other hand, a joint venture with a non-name in the international field may enable the firm to start within a short time, but one has to see what price the firm has to pay before going it for joint venture. Alternatively, the firm can simply borrow the technical expertise. നിങ്ങളൊന്ന് ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. Each of these alternatives have their own benefits. So the next step is to evaluate the alternative against a set of the pros and cons of each alternative should be analyzed. The pros and cons of each alternative should be analyzed. The pros and cons of each alternative should be analyzed. ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഇപ്പോൾ നമുക്ക് മനസ്സിൽ നിൽക്കുക, അതായത് ഇപ്പോൾ ടെക്നിക്കൽ സെഷനിലുള്ള അവയർനെസ്സാണ് കിട്ടിയിരിക്കുന്നത്, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചില അതായിരിക്കും, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള നമ്മൾ നേരിടുന്ന ചില ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കാം. ദെൻ ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, പല ഐഡിയാസും നമുക്ക് കിട്ടും, അതിൽ നിന്ന് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. കണ്ടോ? അപ്പോൾ ദെൻ ഇവിടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള, ഫസ്റ്റ് വൺ ഈസ് റിക്കഗ്നൈസ് ദ നീഡ്, അനലൈസ് ദ പ്രോബ്ലം, ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്സ്, ലിസ്റ്റ് ഔട്ട് കൺസ്ട്രെയിൻസ്, ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ്, ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോന്നിനെയും, നമ്മൾ മൊബൈൽ ഫോൺ മേടിക്കുകയാണെങ്കിൽ ഓപ്പോ, അതുപോലെ തന്നെ സാംസങ്, ലെനോവ, ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ഓൾട്ടർനേറ്റീവ്സാണ്. ഇതിൽ നിന്ന് സാംസങ് ഫോണിനുള്ള അഡ്വാൻറ്റേജസ് ഏതൊക്കെ, വിവോ, ഇതിൽ ഏതൊക്കെയാണെങ്കിലും ഏതാണ് ഏറ്റവും നല്ലത് എന്നൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അതിന് ബെസ്റ്റ് വണ്ണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ തന്നെ അവിടെ ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്സ്, ഓരോന്നിൻ്റെയും ബെസ്റ്റ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ് ആൻഡ് സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. നെക്സ്റ്റ് പോയിന്റ് സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ആണോ? സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ്. അതിൽ നിന്ന് ഏതെങ്കിലും ഏറ്റവും നമുക്ക് ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇംപ്ലിമെൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്. അത് അപ്ലൈ ചെയ്ത് നോക്കി. ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്, ഇംപ്ലിമെൻറ്റേഷൻ. ദെൻ ഇവാലുവേറ്റ് ദ റിസൾട്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, സെലക്ട് ദ ബെസ്റ്റ്. ഇവിടെ എന്ത് ചെയ്തു, സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. നല്ല ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്തു.
ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ് ബെസ്റ്റ് വെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്തു, അതാണ് എൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ചൂസ് ഓൾട്ടർനേറ്റീവ് ഈസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ മാനേജേഴ്സ്. നമ്മളൊരു തീരുമാനം നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞു, ആ തീരുമാനം ഇനി എങ്ങനെ നടപ്പിലാക്കും, അതാണ് ഇംപ്ലിമെൻറ്റേഷൻ. എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്? ദിസ് മീൻസ് ഓൾട്ടർനേറ്റീവ് സെലക്ട് ഈസ് അപ്ലൈ ടു ദ സ്പെസിഫിക് പ്രോബ്ലം ഏരിയ. ദിസ് റിക്വയർസ് ടു ഓർഗനൈസേഷണൽ സപ്പോർട്ട് ആൻഡ് കോപ്പറേഷൻ അറ്റ് ഓൾ ലെവൽസ്. Then next one is all levels. Evaluate the result. Next process എന്താ? Evaluate the process. Evaluate the result എന്നുള്ളതിൽ managers regularly monitor the result of decision to be whether choose an alternative. നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത തീരുമാനം ബെസ്റ്റ് ആണോ? Evaluate the result. Managers regularly monitor the result of decision to see whether the chosen alternative works, whether any new problem or opportunity arises because of the decision, whether a new decision must be made. In short, the impact of alternative implemented has to be examined or evaluated. ഓരോന്നിനെയും ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി ഞാൻ പറയുന്നത് ഒന്നുകൂടെ ഇതിൻ്റെ സമ്മറിയിലേക്ക് പോവാണ്. What is meant by decision making? Select the best alternative from various alternatives. Select the best alternative from various alternatives, that is called as decision making process. Select the best alternative from various alternatives, that is called as decision. Decide എന്ന് പറയുന്ന വേർഡ്, decision എന്ന് പറയുന്ന വേർഡ്, it is taken from the Latin word decido. ഡിസൈഡോ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിസിഷൻ എന്ന് പറയുന്ന വേർഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഡിസൈഡോ എന്ന് പറയുന്ന വേർഡിൻ്റെ ടു കട്ട് ഓഫ്, എന്താണ് അതിൻ്റെ മീനിങ്? ടു കട്ട് ഓഫ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ടു കം ടു കൺക്ലൂഷൻ, ദാറ്റ് ഈസ് ദ മീനിങ്. ഡിസൈഡ് മീൻസ് കം ടു കൺക്ലൂഷൻ. നമ്മൾ ആ തീരുമാനത്തിലേക്ക് എത്തി, നമുക്ക് നമ്മുടെ ആശങ്കകളൊക്കെ മാറി നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ഡിസൈഡ് എന്നുള്ളതിൻ്റെ മീനിങ്. ഡിസൈഡ് മീൻസ് കം ടു കൺക്ലൂഷൻ. The next one is decision making process. What are the steps in decision making? Decision making process le recognize the need for decision making, analyze the problem, determine the objectives, list out constraints, develop alternatives, evaluate the alternatives, select the best alternative, implementation process, evaluate the result. അപ്പോൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കി ഏതൊക്കെയാണ്? റിക്കഗ്നൈസ് ദ നീഡ്, ഒരു ഡിസിഷൻ എടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് നിങ്ങൾ ആദ്യം റിക്കഗ്നൈസ് ദ നീഡ്. സെക്കൻഡ് വൺ, അനലൈസ് ദ പ്രോബ്ലം, ആ പ്രോബ്ലത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചു. ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, ദീസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ദെൻ ലിസ്റ്റ് ഔട്ട് കൺസ്ട്രെയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തു. ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഇവാലുവേറ്റ് ദ ഓൾട്ടർനേറ്റീവ്, അതിൽ നിന്ന് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ഏതാണോ അത് സെലക്ട് ചെയ്തു, ഇവാലുവേറ്റ് ചെയ്തു. സെലക്ട് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സ്, അത് അപ്ലൈ ചെയ്തു. ദെൻ ഇവാലുവേറ്റ് ദ റിസൾട്ട്, ഏറ്റവും ലാസ്റ്റ് ആ റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവാലുവേറ്റ് ദ റിസൾട്ട്. ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമ്മളെല്ലാവരും തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. ഒരുപാട് കൺഫ്യൂഷനും ഒരുപാട് കോൺഫ്ലിക്റ്റും ഒരുപാട് കൺസ്ട്രെയിൻസും അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുന്നവരാണ്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് ഇത്തരം സ്റ്റെപ്സിലൂടെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ. നമുക്ക് നെക്സ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷനിലേക്ക് പോവാം. Different types of decision. Types of decision. പലതരത്തിലുണ്ടാവും കേട്ടോ ടൈപ്സ് ഓഫ് ഡിസിഷനിൽ. നമ്മൾ സാധാരണ നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ട് ടൈപ്സ് ഓഫ് ഡിസിഷനിൽ പ്രോഗ്രാംഡ് ഡിസിഷൻ, നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട്. ദെൻ ഫസ്റ്റ് റേഷണൽ ഡിസിഷൻ, ഇറേഷണൽ ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ് ഉണ്ടാവാറുണ്ട്.
Then ഇവിടെ first one is programmed and non-programmed decisions. Programmed and non-programmed decision. First one is programmed and non-programmed decision. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. ദെൻ ഇവിടെ പ്രോഗ്രാംഡ് ഡിസിഷൻസ് മേ ബി പ്രോഗ്രാംഡ് ഓർ നോൺ പ്രോഗ്രാംഡ്. പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ദെൻ പ്രോഗ്രാംഡ് ഡിസിഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം? റിപ്പീറ്റേറ്റീവ് ആവർത്തിക്കുന്നതാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുന്നത്, റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ദെൻ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇതിൻ്റെ എക്സാമ്പിൾസ് കൂടെ നോക്കിയാൽ മതി. ചില ഡിസിഷൻസ് എല്ലാം തന്നെ പ്രോഗ്രാംഡ് ഡിസിഷൻസും ചിലതെല്ലാം തന്നെ നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസുമാണ്. അപ്പോൾ റൂട്ടീൻ ആയിട്ടുള്ള റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ഡിസിഷൻസിനെയാണ് നമ്മൾ എന്താ പറയുക? പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുക. പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആർ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. സച്ച് ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ ലോവർ ലെവൽ ഓഫീസേഴ്സ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുക. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ്, ഗ്രാൻഡിങ് ലീവ് ടു എംപ്ലോയീസ്, ഇതൊക്കെ പറയുന്നത് പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആണ്. ദീസ് ഡിസിഷൻസ് ആർ ടേക്കൺ വിത്ത് എ ബ്രോഡ് പോളിസി സ്ട്രക്ചർ. റൂൾസ് ആൻഡ് പോളിസീസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് വെൽ ഇൻ അഡ്വാൻസ് ടു സോൾവ് റിക്കറിങ് ആൻഡ് റൂട്ടീൻ പ്രോബ്ലംസ് ക്വിക്ക്ലി. അതിനെ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയാം. നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആണ്. അതായത് എംപ്ലോയീസിന് കൊടുക്കേണ്ട ലീവ്, എത്രമാത്രം ലീവ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചറാണ്. ലോവർ ലെവലിൽ വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് പോളിസീസ് ഉണ്ട്. പോളിസീസ് എന്ന് പറയുമ്പോൾ ജനറൽ ഗൈഡ് ലൈൻസിനെയാണ് നമ്മളെന്ത് പറയുക? പോളിസീസ് എന്ന് പറയാം. അപ്പോൾ ദെൻ അങ്ങനെയുള്ള ഡിസിഷൻസിനെയാണ് നമ്മളെന്ത് പറയുക? റിപ്പീറ്റേറ്റീവ് നേച്ചറിലുള്ള ഡിസിഷൻസിനെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയാം. Programmed decisions are repetitive in nature. Such decisions are taken by lower level management. Non-programmed decisions are non-repetitive in nature. That means the decisions related to start a new business, expansion of business, എന്നൊക്കെ പറയാം. Whether to wind up sick unit, locate a new branch, these are the decisions are non-repetitive in nature. That decisions are called as non-programmed decisions എന്ന് പറയാം. അതായത് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് വെച്ചിരിക്കുന്ന ഡിസിഷൻസിനെയാണ് പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയാം. നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ടു എക്സ്പാൻഡ് ദി ബിസിനസ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണം, അതുപോലെ തന്നെ പുതിയ ബ്രാഞ്ച് എവിടെ ആരംഭിക്കണം, അതേപോലെ തന്നെ ഒരു സിക്ക് യൂണിറ്റ്, അതായത് വളരെ മോശം അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് യൂണിറ്റ് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കണം. ദീസ് ആർ നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ദാറ്റ് ഡിസിഷൻസ് ആർ കോൾഡ് ആസ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻ. പ്രോഗ്രാം ചെയ്യാത്ത ഡിസിഷൻസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. അപ്പോൾ ദെൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസിലെ ഫസ്റ്റ് വൺ ഈസ് പ്രോഗ്രാംഡ് ഡിസിഷൻ, second one is non-programmed decision. Programmed decisions are repetitive in nature. Non-programmed decisions are non-repetitive in nature. Then repetitive nature purchase of machinery, purchase of raw materials, then leave of employees. Then casual decisions are called as programmed decisions. Then non-programmed, purchase of a new plant, purchase of a new building, expansion of a business എന്നൊക്കെ പറയുന്നത് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസിന് എക്സാമ്പിളാണ്. ദെൻ സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് ടാക്ടിക്കൽ ഡിസിഷൻ. സെക്കൻഡ് വൺ ഈസ് സ്ട്രാറ്റജിക് ഡിസിഷൻ ആൻഡ് ടാക്ടിക്കൽ ഡിസിഷൻ. Then strategic decision കേൾക്കുമ്പോൾ തന്നെ strategic decisions are taken by top level management. Then tactical decisions are taken by lower level management. കണ്ടോ, ഇവിടെ
സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആർ ടേക്കൺ ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അപ്പോൾ സ്ട്രാറ്റജിക് ഡിസിഷൻ്റെ പ്രത്യേകത ദ ഡിസിഷൻസ് റിലേറ്റഡ് ടു പ്രോബ്ലംസ് ആൻഡ് മാറ്റേഴ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രിട്ടിക്കൽ ഫോർ ദി സർവൈവൽ, success and profitability of the organization. These decisions have long range implications. They define the establishment relationship of organization with its external environment. These decisions are require more resources, judgment, skills, etc. Such decisions are made under conditions of risk. Then second one is tactical decision. Tactical decisions are generally taken by lower level management. These decisions are more specific in nature, so these have short term implications. Tactical decisions are also called operational decisions. അതുകൊണ്ട് തന്നെ ടാക്ടിക്കൽ ഡിസിഷനെ ഓപ്പറേഷണൽ ഡിസിഷൻസ് എന്നാണ് പറയുക. ഓപ്പറേഷണൽ ഡിസിഷൻസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. ദെൻ ഇവിടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഇവിടെ ഓപ്പറേഷണലാണ്. ഇവിടെ എന്താ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻസിന് നമ്മൾ സാധാരണ രീതിയിൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സർവൈവൽ, സക്സസ്, പ്രോഫിറ്റബിലിറ്റി, ഇതിനൊക്കെയാണ് ഏതിൽ ബാധിക്കുക? സ്ട്രാറ്റജിക് ഡിസിഷൻസിൽ ബാധിക്കുക. തേർഡ് വൺ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ. തേർഡ് വൺ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഡിസിഷൻ. Group decision. Then individual decisions are taken by individual person. Only making decision can solve the problems effectively. Thus decisions made by the individual managers by using skills and judgment. അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരവർ തീരുമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻഡിവിജ്വൽ ഡിസിഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടുക. പ്രീ ഡിറ്റർമിൻഡ് ടെക്നിക്സ് ആൻഡ് റൂൾസ് ആർ നോൺ ആസ് ഇൻഡിവിജ്വൽ ഡിസിഷൻസ്. ഗ്രൂപ്പ് ഡിസിഷൻസിലെ group decisions are made by 2 or more managers jointly. These decisions are made on problems in solving by 2 or 3 managers in rest of many functional departments. Then പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് മാനേജർ, അവരൊക്കെ എടുക്കുന്ന ഡിസിഷൻസ് ഗ്രൂപ്പ് ഡിസിഷൻസ് ആയിരിക്കും. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഡിസിഷൻസ് ആയിരിക്കും. മാർക്കറ്റിംഗ് മാനേജറോ ഫൈനാൻഷ്യൽ മാനേജറോ ഒക്കെ എടുക്കുന്ന ഡിസിഷൻസ് എല്ലാം തന്നെ ഗ്രൂപ്പ് ഡിസിഷൻസ് ആയിരിക്കും. ഇൻഡിവിജ്വൽ ഡിസിഷൻസിലെ സെയിൽസ്മാൻ അയാളുടെ ടാക്ടിക്സ് ഉപയോഗിച്ച് ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അതൊരു ഇൻഡിവിജ്വൽ ഡിസിഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിഷൻസ്. ഫോർത്ത് വൺ ഈസ് പേഴ്സണൽ and organizational decision. Personal decision എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഡിസിഷൻസ് ആർ മെയ്ഡ് ബൈ സിംഗിൾ ഇൻഡിവിജ്വൽ ഡിസിഷൻ ടു റിട്ടയർ ഏർലി. അതായത് ഒരു ഇൻഡിവിജ്വൽ എടുക്കുന്ന ഡിസിഷൻസിനെ നമുക്ക് എന്ത് പറയാം? പേഴ്സണൽ ഡിസിഷൻ എന്ന് പറയാം. എന്താ ലാസ്റ്റ് വൺ ഈസ് കൺക്ലൂഷൻ ഓഫ് ടുഡേയ്സ് ടോപ്പിക്. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ടോപ്പിക് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്? വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്? ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ആർ ദ 2 important functions of top level management. Then ഇതിലെ decision making means select the best alternative from various alternatives. That means decide means come to conclusion. നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ come to conclusion എന്ന് പറയുന്നതാണ് നമ്മളതിൻ്റെ മീനിങ് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. Then next what are the different types of ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസിൽ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. നോൺ പ്രോഗ്രാംഡ് ഡിസിഷൻസ് എന്താണ്? നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ. ദെൻ സ്ട്രാറ്റജിക് decisions are taken by the top level management. Tactical decisions are taken by the lower level management. Individual decisions are taken by individual persons. Group decisions taken by the market manager, ഫൈനാൻഷ്യൽ മാനേജർ, അവരൊക്കെ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് ഗ്രൂപ്പ് ഡിസിഷൻസ് എന്ന് പറയുക. ദെൻ പേഴ്സണൽ ഡിസിഷൻ ആൻഡ് ഓർഗനൈസേഷണൽ ഡിസിഷൻ. ഒരു റിട്ടയർമെൻറ്റിനെ കുറിച്ചൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് ദ പേഴ്സണൽ ഡിസിഷൻ. ഓർഗനൈസേഷൻ ഡിസിഷൻ വെച്ചാൽ ഒരു സ്ഥാപനത്തിൻ്റെ ഡിസിഷൻസിനെയാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസിഷൻസ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു ആൾ.